അകത്ത് വിജിതയെ കാണാൻ വന്നവരുണ്ട്. അവരുടെ മുൻപിൽ വെച്ച് തന്നെ ഇങ്ങനെ തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞ് സിദ്ധുവിനെയും കൂട്ടി വിജിതയുടെ അച്ഛൻ അകത്തേക്ക് കയറി. അകത്ത് കയറിയതും സിദ്ധു ആദ്യം നോക്കിയത് വിജിതയെയാണ്. അവളുടെ മുഖത്ത് സങ്കടത്തിന് പകരം നറുചിരിയാണ് സിദ്ധുവിനെ കാണാൻ സാധിച്ചത്. അതും കൂടി കണ്ടപ്പോൾ സിദ്ധുവിനാകെ എന്താ ഇവിടെ നടക്കുന്നതെന്നറിയാൻ മേലാതെയായി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് വിജിതയുടെ അച്ഛൻ സിദ്ധാർത്ഥിനോട് പറഞ്ഞത്, ദേ അവരാണ് വിജിതയെ കാണാൻ വന്നത്. വിജിതയുടെ അച്ഛൻ പറഞ്ഞിടത്തേക്ക് നോക്കിയ സിദ്ധു കാണുന്നത് തന്നെ നോക്കി നിൽക്കുന്ന ആരവനെയും അവന്റെ കുടുംബത്തെയുമാണ്. അവരെ കണ്ടതും സിദ്ധു ഓടിപ്പോയി ആരവനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ആരവേ, നീ എന്നെ വീണ്ടും വീണ്ടും തോൽക്കുവാണല്ലോടാ. നീ പണ്ട് മുതലേ എനിക്ക് ചെയ്തു തന്ന നോക്കിയായി കടമൊക്കെ. സിദ്ധു ഏകലടിച്ചതുകൊണ്ട് പറഞ്ഞ് പൂർത്തിയാക്കും മുൻപേ ആരവ് സിദ്ധാർത്ഥിനെ നോക്കി അരുതെന്ന് തല വെട്ടിച്ചു കാണിച്ചു. സിദ്ധു, നീ എൻ്റെ സുഹൃത്തു മാത്രമല്ല, എൻ്റെ സഹോദരനും കൂടിയാണ്. പിന്നെ നീ എപ്പോഴും പറയുന്ന പോലെ നിന്റെ പെങ്ങളെയല്ലേ ഞാൻ കെട്ടിയിരിക്കുന്നത്. എൻ്റെ നല്ല പാതിയെ എനിക്ക് തിരിച്ചു തന്ന ഈ അളിയനെ ഞാൻ ഇങ്ങനെ വിഷമിക്കാൻ അനുവദിക്കും. ഒരളിയൻ എന്ന നിലയിൽ എൻ്റെയും നിന്റെ പെങ്ങളെന്ന നിലയിൽ എൻ്റെ ജാൻവി പെണ്ണിൻ്റെയും കടമയല്ലേ നിനക്ക് നിന്റെ പെണ്ണിനെ കൊണ്ട് നിനക്ക് തരിക എന്നത്. അതിന് നീ എന്നോട് നന്ദിയെങ്ങാനും പറഞ്ഞാ മോനെ സിദ്ധുവേ, നിന്റെ ഭാവി ഭാര്യ വീടാണ് ഇതെന്നോ ഇവിടെ നിന്റെ അമ്മായപ്പനും അമ്മായിയമ്മയും പെണ്ണും ഒക്കെ നിൽക്കുന്നൊന്നും ഞാൻ നോക്കില്ല. കോനിച്ചു നിർത്തി ഞാൻ ഇടിച്ചു കളയും. ഇല്ലടാ അപ്പൂസേ. അത് സിദ്ധുവിനെ ഇച്ഛിച്ചു. സിദ്ധുവിനെ ഇടിക്കുമെന്ന് പറഞ്ഞ് കൈ ചുരുട്ടി കാണിച്ചു. അപ്പുവിന്റെ കൊഞ്ചിയുള്ള വർത്തമാനം കേട്ട് ആരവിനെയും സിദ്ധാർത്ഥിനെയും നോക്കി അവരുടെ സ്നേഹം കണ്ട് കണ്ണു നിറഞ്ഞു നിന്ന് എല്ലാവരും ചിരിച്ചു. ആ, നീ ഇല്ലെങ്കിൽ നിന്റെ പപ്പട കൂട്ട് എന്റെ മെക്കിട്ട് കയറാൻ കാത്തിരിക്കുകയാണല്ലേ കാന്താരി എന്ന് പറഞ്ഞ് സിദ്ധു അപ്പൂസിനെ വാരിയെടുത്തു. കണ്ടുപടി അപ്പൂസേ, എന്റെ കണ്ണപ്പനെ കണ്ടോ, അവൻ എന്നെ അങ്ങനെ ഒന്നും ചെയ്യില്ല, ഇല്ലടാ എന്നു പറഞ്ഞ് സിദ്ധു കണ്ണന്റെ താടിയിൽ പിടിച്ചു കുലുക്കി. അത് കേട്ട് കണ്ണൻ അതേ എന്ന് തലകുലുക്കി. അവൻ എൻ്റെ പെങ്ങളുടെ കൂട്ട, പാവ. ദേ നീ ഈ കാട്ടാളന്റെ കൂട്ട, സ്നേഹിച്ചു കൊല്ലുന്ന കാട്ടാളനെ പോലെ എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ അവളെ നോക്കി. അപ്പൂസ് അത് കേട്ട് സിദ്ധുവിന്റെ കൈക്കിട്ട് നല്ലൊരു മാന്ത് വെച്ചു കൊടുത്തു. സിദ്ധു പരിസരം പോലും നോക്കാതെ അലറി കൂവി. അവരുടെ കളിയും ചിരിയും കണ്ട് വിജിതയുടെ അച്ഛനും അമ്മയ്ക്കും സന്തോഷമായി. തന്റെ മകളെ കൊടുക്കുന്നത് നല്ലൊരു സന്തോഷം നിറഞ്ഞ കുടുംബത്തിലാണല്ലോ എന്ന്. ഷെടാ, 3 ഞാൻ താഴെട്ട് പോകട്ടോ. കുറെ നേരമായി 3 കൂടെ എൻ്റെ മടിയിൽ കിടന്ന് 1ഉം 2ഉം പറഞ്ഞ് അടിയുണ്ടാക്കാൻ തുടങ്ങിയിട്ട്. ഷോ, അങ്ങനെ കടുത്ത തീരുമാനമൊന്നും എടുക്കല്ലേ എൻ്റെ ജാൻവി പെണ്ണെ. ഏത് മെത്തേ കിടന്നാലും നിന്റെ മടിയിൽ കിടക്കുന്ന അത്ര സുഖമില്ലാത്തതുകൊണ്ടല്ലേ ഞങ്ങളിങ്ങനെ കിടക്കുന്നത്. അല്ലേടാ മക്കളെ. ജാൻവിയുടെ മടിയിൽ ഒരു സൈഡിൽ കിടന്നുകൊണ്ട് അവളുടെ മടിയിൽ തന്നെ അപ്പുറത്തെ സൈഡിൽ കിടക്കുന്ന അപ്പൂസിനോടും പിന്നെ തന്റെ നെഞ്ചിൽ കമന്നു കിടക്കുന്ന കണ്ണനോടും കൂടി ആരവ് ചോദിച്ചു. അത് കേട്ട് പപ്പയുടെ 2 മക്കളും അജയ് എന്ന് കൊഞ്ചിക്കൊണ്ട് പറഞ്ഞ് സമ്മതിച്ചു. ഓഹോ, ഇല്ലെങ്കിലും രണ്ടാൾക്കും പപ്പ പറയുന്നതാണല്ലോ വേദവാക്യം. മക്കൾ എൻ്റെ സൈഡാലെന്താ, ഞാൻ എൻ്റെ ജാൻവി പെണ്ണിന്റെ കൂടെയല്ലേ. അത് കേട്ട് ജാൻവിയിലും ഒരു ചിരി വിരിഞ്ഞു. ജാൻവി 3 പേരെയും തന്റെ ചിറകിനു കീഴിൽ ചേർത്തു. അടുത്ത ദിവസം, എന്തായാലും നിന്റെ കാര്യം സെറ്റായാലോ സിദ്ധു. ഇവിടെ നമ്മുടെ കല്യാണം ഉറപ്പിച്ചു വെച്ചിട്ട് കുറേ നാളായി. ഈ യക്ഷി കാരണം ഞാനിങ്ങനെ നിന്ന് പോകത്തേ ഉള്ളൂ. എത്ര നാളായിട്ട് കല്യാണം നടത്താമെന്ന് വീട്ടുകാർ പറയുന്നു. എന്നിട്ട് ഒരുത്തേക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്ന്. എന്നിട്ട് മതിയെന്ന് പറഞ്ഞ് കാക്കാൻ തുടങ്ങി. എത്ര നാളായെന്നറിയാമോ? ഇനി എന്നാണോ അവളുടെ എക്സ്പ്ലോർ എല്ലാം കഴിയുന്നെന്ന് ആർക്കറിയാം. എന്തായാലും നിന്റെ കാര്യം സെറ്റായാലോടാ എന്ന് പറഞ്ഞ് അജീഷിനെ കണ്ട് ആരവും സിദ്ധുവും ജാൻവിയും എല്ലാവരും ചിരിയോടെ ചിരിയായിരുന്നു. എന്നാൽ ഒരാളുടെ മുഖം മാത്രം ഇപ്പോൾ പൊട്ടുമെന്ന് പറഞ്ഞായിരുന്നു ഇരുന്നത്. അനു ജാൻവിയുടെ അടുത്ത് വന്ന് പാഞ്ഞു വന്ന് അജീഷിന്റെ വയറ്റിനിട്ട് നല്ല ഒന്നാന്തരം ഇടി കൊടുത്തു. പാവം അജീഷിന്റെ കാറ്റ് പോയില്ലെന്നേ ഉള്ളൂ. കണ്ണിൽ നിന്ന് വെള്ളം വരച്ചാടി. അയ്യോ മുറുതെ, ഇടിയെന്നെ കൊല്ലല്ലേ. നിന്റെ എക്സ്പ്ലോർ കഴിയുമ്പോൾ ഞാൻ ജീവനോടെ വേണ്ടേ നിന്നെ തളയ്ക്കാൻ. നീ ഇങ്ങനെ ഇടിച്ചു വന്നാ ആര് വരും എന്ന് ഇടി കിട്ടിയെടുത്ത് ഒഴിഞ്ഞുകൊണ്ട് പറയുന്ന അജീഷിനെ കണ്ട് എല്ലാവർക്കും ചിരിയാണ് വന്നത്. ഞാനേ വേറെ കെട്ടിക്കോളാം, നിങ്ങൾ വിഷമിക്കണ്ട എന്ന് അനു ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ പറയുന്നത് കേട്ട് അജീഷ് അനുവിനെ നോക്കി പേടിപ്പിച്ചു. ആഹാ, നീ എൻ്റെ ആങ്ങളെ കൊന്നിട്ട് വേറെ കെട്ടായിരിക്കും അടി എന്ന് ജാൻവി അനുവിനോട് കളിയാലെ ചോദിച്ചു. പെങ്ങള് രംഗത്തെത്തിയല്ലോ. ഞാൻ ഓർക്കുമായിരുന്നു നീ എന്താ വൈകുന്നേന്ന്. ആങ്ങളെ എന്തെങ്കിലും പറഞ്ഞാ ഉടനെ കൊള്ളു ഈ പെങ്ങക്ക്. അതെ, അതാ എൻ്റെ പെങ്ങളുട്ടി അല്ലേ
എന്ന് പറഞ്ഞ് അജീഷ് ജാൻവിയെ നോക്കി. അതെ, അവൾ നമ്മുടെ പെങ്ങളൂട്ടിയല്ലേ, അവൾക്ക് നമ്മളെ ആരും ഒന്നും പറഞ്ഞ് ഇഷ്ടാവില്ല അല്ലേ ജാനൂട്ടിയെ? അതെ, എന്റെ ചേട്ടായിമാരെ ആരും ഒന്നും പറയരുത്, അതെനിക്ക് സഹിക്കില്ല. സിദ്ധുവിനെയും അജീഷിനെയും നോക്കി അവൾ പറഞ്ഞു. അപ്പൊ ഞാനോ? എന്നെ ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല ജാൻവി പെണ്ണെ, നിനക്ക് നിന്റെ ചേട്ടായിമാര് മതിയല്ലേ എന്ന് പരിഭവത്തോടെ പറയുന്ന ആരവിനെ കണ്ട് അവിടെയുള്ളവരെല്ലാം പൊട്ടിച്ചിരിച്ചു. എന്താ കാര്യമെന്നറിയാതെയാണെങ്കിലും അപ്പൂസും കണ്ണനും വരെ അവരുടെ അച്ഛനെ നോക്കി ചിരിച്ചു. അളിയനൊട്ടും കുശുമ്പില്ലല്ലേ പെങ്ങളെ എന്ന് അജീഷും സിദ്ധുവും ഒരേ ശബ്ദത്തിൽ ചോദിച്ചു. അതിന് ജാൻവി നാണത്തോടെ ചിരിച്ചതേ ഉള്ളൂ. പക്ഷെ ആരവ് അപ്പോഴേ തന്റെ ജാൻവി പെണ്ണിയും മക്കളെയും ചേർത്ത് പിടിച്ചിട്ട്, ഇവരുടെ കാര്യത്തിൽ ഞാൻ കുശുമ്പന. കുഞ്ഞുകുട്ടികളെ എന്നും നിരാശയും വിഷമവും മാത്രം നിറഞ്ഞ തന്റെ കൂട്ടുകാരന്റെ നല്ല സന്തോഷവും കുസൃതിയും നോക്കി കാണുകയായിരുന്നു സിദ്ധു. അതുപോലെ താൻ 3 വർഷം മുൻപ് തന്റെ പെങ്ങളാക്കി മാറ്റിയവൾ അവളുടെ വേദനകളിൽ നിന്ന് മോചിതയായി. അവളുടെ പ്രിയപ്പെട്ടവന്റെ സുരക്ഷിതമായ കരത്തിൽ സന്തോഷത്തോടെ അവൾ ജീവിക്കുന്നത് സന്തോഷത്തോടെ നോക്കിക്കാണുകയായിരുന്നു അജീഷ്. കൂടെ തന്റെ കൂട്ടുകാരിയിൽ താൻ ഇന്നേ വരെ കാണാത്ത ഭാവമാറ്റം കണ്ട് ആസ്വദിക്കുകയായിരുന്നു അനു. അവർക്കെല്ലാവർക്കും ഒരു പ്രാർത്ഥനയേ ഉണ്ടായിരുന്നുള്ളൂ, എന്നും ആ കുടുംബം അങ്ങനെ സന്തോഷത്തോടെ നിലനിൽക്കണമെന്ന്. മറ്റൊരിടത്ത്, നിങ്ങളോട് ഞാൻ പറഞ്ഞു, എൻ്റെ ജീവൻ രക്ഷിച്ചെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ നിൽക്കാമെന്ന് വ്യാമോഹിക്കണ്ട. നിങ്ങളുടെ കയ്യിലെ പൈസ വെച്ചൊന്നും അല്ലല്ലോ എൻ്റെ അച്ഛനുണ്ടാക്കി വെച്ചത് ഉപയോഗിച്ചില്ലേ എൻ്റെ ഓപ്പറേഷൻ നടത്തിയത്. ഇനി നിങ്ങളുടെ ആവശ്യം ഇവിടെ ആർക്കുമില്ല. നിങ്ങൾക്ക് ഇല്ലെങ്കിൽ തന്നെ എന്ത് അവകാശം ഇവിടെ ഉള്ളത്? നിങ്ങൾ നിയമപരമായിട്ട് എൻ്റെ അച്ഛൻ്റെ ഭാര്യയൊന്നും അല്ലല്ലോ, പിന്നെ എന്ത് അധികാരമാണ് നിങ്ങൾക്ക് ഇവിടെ ഉള്ളത്? മേല ഇനി പടി ചവിട്ടിയാതള്ളേ നിങ്ങൾ ഈ രമേശന്റെ തനിക്കുണം കാണാൻ പോകുന്നത്. വേഗം സ്ഥലം കാലിയാക്കിയോ എന്ന് പറഞ്ഞ് രമേശ് ആ സ്ത്രീയെ വീടിന്റെ വെളിയിലേക്ക് തള്ളിയിറക്കി വാതിലടച്ചു. ഒന്നും പറയാനില്ല, കരയാൻ പോലും അവകാശമില്ലാത്ത പാപിയാണ് താൻ. പൊന്നുപോലെ നോക്കിയ ഭർത്താവിനെയും ജന്മം കൊടുത്ത പിഞ്ചു കുഞ്ഞിനെയും തള്ളിക്കളഞ്ഞ് മറ്റൊരുത്തന്റെ പണവും പദവിയും സുഖങ്ങളും മോഹിച്ചിറങ്ങി വന്നതിനുള്ള ശിക്ഷ. അതുകൊണ്ടാവും താൻ സ്നേഹം കൊടുത്തു വളർത്തിയ തന്റെ മകൻ രമേശ് തന്നെ തള്ളിക്കളഞ്ഞത്. താൻ അനുഭവിക്കണം, ഇത് തന്റെ കർമ്മഫലമാണ്. ഈ ജീവൻ തന്നിൽ നിന്ന് വേർപെടുന്നതിന് മുൻപ് താൻ കാരണം ജീവിതം നശിച്ച ആ മനുഷ്യനെയും തന്റെ മകനെയും കണ്ട് മാപ്പ് പറയണം. ഇല്ലെങ്കിൽ താൻ പുഴുത്തു ചാകത്തതേയുള്ളൂ, തനിക്ക് മോക്ഷം പോലും കിട്ടാതെ അലയത്തതേയുള്ളൂ എന്നു ഓർത്തുകൊണ്ട് അവർ ആ ഇരുട്ടിൽ ദിശയില്ലാതെ നടന്നു, എങ്ങോട്ടെന്നില്ലാതെ. മതിയുടെ ആരവെ ഒരുങ്ങിയത്, ഇന്ന് എന്റെയാ കല്യാണം, നിന്റെയല്ല. നിന്റെയാണ് കല്യാണമെങ്കിൽ നിന്റെ ഒരേ ഒരു അളിയനല്ലേടാ ഞാൻ. അപ്പോ നല്ല ലുക്ക് വേണ്ടേ? എന്തൊരുക്കുവാടാ. ഞാൻ ഒരുങ്ങി എന്നിട്ട് സമയം എത്രയെന്നറിയോ? നമുക്ക് വേഗം പോകണം. എടാ ധൃതി വെക്കല്ലേ, ഇപ്പൊ 9 പോലും ആയിട്ടില്ല, മുഹൂർത്തം 10:30. നീ ഇത്രയും നേരത്തെ അവിടെ പോയിട്ട് ഇപ്പൊ താലി കെട്ടാനൊന്നും സമ്മതിക്കില്ല. പിന്നെ കല്യാണം ഇവിടെ അടുത്തുള്ള അമ്പലത്തിലല്ലേ, പിന്നെ നമുക്കൊരു 9:30 ആകുമ്പോ ഇറങ്ങിയാൽ മതി. എനിക്കൊക്കെ ഒരു വെപ്രളം ആരവേ. വിജിയെ എത്രയും പെട്ടെന്ന് കാണാൻ ഉള്ളു തുടിക്കുന്നു. എന്റെ പെണ്ണിനെ കാണാൻ മനസ്സാഗ്രഹിക്കുന്നു. ഇപ്പൊ കണ്ടില്ലെങ്കിൽ നെഞ്ചു പൊട്ടുന്നത് പോലെ. നോക്കിക്കേ എന്ന് പറഞ്ഞ് ആരവിന്റെ വലത്തെ കൈ എടുത്ത് നെഞ്ചിൽ വെച്ചു. ശരിയാടാ, എനിക്കും എന്റെ ജാൻവി പെണ്ണിനെ കാണാൻ കൊതിയാകുന്നു എന്ന് പറഞ്ഞ് ആരവിനെ സിദ്ധു ചെറഞ്ഞു നോക്കി. ഡാ, നിനക്കൊന്നും തന്നാലുണ്ടല്ലോ, ഇന്നലെ രാത്രി വരെ അവള് നിന്റെ കൂടെ തന്നെ അല്ലായിരുന്നു. ഇന്ന് രാവിലെയല്ലേ അവള് വിജിയുടെ അടുത്തേക്ക് പോയത്. എന്നിട്ട് അവനെ കൊഞ്ചല് കണ്ടില്ലേ? നിന്നെ ഉണ്ടല്ലോ ഞാൻ ഒന്നും പറയുന്നില്ല, ഇന്നെന്റെ കല്യാണമായിപ്പോയി, ഇല്ലെങ്കിൽ നിന്നെ എന്ന് പറഞ്ഞ് സിദ്ധു ആരവിനെ നോക്കി പേടിപ്പിച്ചു. ഇത് കേട്ട് ആരവ് ഒന്ന് ചിരിച്ചു കാണിച്ചു. സത്യവാടാ, വെറുതെ പറഞ്ഞതല്ല. ഇപ്പോ എന്റെ പെണ്ണില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ പോലും പറ്റുന്നില്ല. അവളുടെ സംസാരവും മക്കളെ കൊഞ്ചിക്കുമ്പോൾ അവരെക്കാൾ കുട്ടിയാകുന്ന അവളുടെ മുഖഭാവവും എനിക്കൊരു ലഹരിയാണ് സിദ്ധു എന്ന് പറഞ്ഞ് ആരവ് കണ്ണുകൾ അടച്ച് അവന്റെ വലത്തെ കൈ സ്വന്തം ഹൃദയത്തോട് ചേർത്ത് വെച്ചു. തന്റെ കൂട്ടുകാരന്റെ പ്രണയം കൺകുളിർക്കെ അവന്റെ വാക്കുകളിലൂടെ കാണുകയായിരുന്നു സിദ്ധുവും. സിദ്ധുവിലും ഒരു ചിരി വിരിഞ്ഞു. തന്റെ കൂട്ടുകാരന്റെ സന്തോഷത്തിൽ സിദ്ധുവും പങ്കുചേർന്നു. ആരവിന്റെ ഫോൺ റിങ് ചെയ്തപ്പോഴാണ് അവർ രണ്ടുപേരും അവരുടെ ലോകത്തിലേക്ക് തിരിച്ചു വന്നത്. സിദ്ധാർത്ഥാണ് ഫോൺ നോക്കിയത്. ഫോണിലെ പേര് കണ്ട് സിദ്ധു ആരവിനെ നോക്കി പറഞ്ഞു, ആഹാ, എന്റെ പെങ്ങളുട്ടിക്ക് 100 ആയുസ, ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അത് കേൾക്കേണ്ട താമസം ആരവ് സിദ്ധുവിന്റെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ച് ഫോൺ ഓണാക്കി കാതിൽ വെച്ചു. ഹലോ ആരവേട്ട, ഞങ്ങൾ ഇവിടെ എത്തി, നിങ്ങൾ അമ്പലത്തിലോട്ട് വാ. ഞങ്ങളിപ്പോ ഇറങ്ങുവാ. ജാൻവി പെണ്ണെ, നിന്റെ ആങ്ങളാ ഇവിടെ എപ്പോഴേ ഒരുങ്ങി ഇറങ്ങാൻ കാത്തു നിൽക്കുവാന്നറിയാവോ?
എന്ന് ആരവ് സിദ്ധുവിനെ നോക്കി പറഞ്ഞു. ആ, എന്നിട്ടാണോ ഇത്രയും നേരമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങാതിരുന്നത്? ആ, നീ വെച്ചോ, ഞങ്ങളിപ്പോൾ ഇറങ്ങുക, അവിടെ വന്നിട്ട് കാണാം. മതിയടാ പഞ്ചാര അടിച്ചത്, സമയമായി, ഇറങ്ങാം എന്ന് പറഞ്ഞ് സിദ്ധു ആരവിന്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ചു. കല്യാണം ആഡംബരമായി നടത്താനാണ് ആരവിന്റെയും വിജിതയുടെ അച്ഛന്റെയും ആഗ്രഹമെങ്കിലും സിദ്ധുവിനും വിജിതയ്ക്കും ആഡംബരം വേണ്ട, അമ്പലത്തിൽ വെച്ച് മതിയെന്ന് നിർബന്ധം പിടിച്ചതോടെ അങ്ങനെ അവരുടെ ആഗ്രഹം പോലെ തന്നെ അടുത്തുള്ള ശിവപാർവതി ക്ഷേത്രത്തിൽ തന്നെ കല്യാണം നടത്താൻ തീരുമാനിച്ചു. ശ്രീകോവിലിന് മുന്നിൽ കൈതൊഴുതു നിൽക്കുന്ന തന്റെ പ്രണയത്തെ സിദ്ധു കണ്ണെടുക്കാതെ നോക്കി നിന്നു. മോത്തിയിടാ നോക്കിക്കൊണ്ട് നിന്നത്, അവള് നിന്റെ തന്നെയാ. ആരവിന്റെ വാക്കുകളാണ് സിദ്ധുവിനെ അതിൽ നിന്നും ഉണർത്തിയത്. ആദ്യമൊന്ന് ചമ്മിയെങ്കിലും സിദ്ധു ആരവിനെ ഭേഷായിട്ട് വാരി. ഓ, കല്യാണം കഴിഞ്ഞ് 3 വയസ്സുള്ള 2 ട്രോഫികൾ കയ്യിലുണ്ടായിട്ടും എന്റെ പെങ്ങളെ ചോര ഒറ്റി കുടിക്കുന്ന നീയാണോ എന്നെ പറയുന്നത് എന്ന സിദ്ധുവിന്റെ വാക്കിനെ അജീഷും പിന്താങ്ങി. ഓ പിന്നെ, അങ്ങനെയാണെങ്കിലേ ഈ ഞാനങ്ങ് സഹിച്ചു. അളിയ, നീ അനു നിന്നെ അടുപ്പിക്കാത്ത ചുരുക്കല്ലേ തീർക്കുന്ന എന്നോട് എന്ന ആരവിന്റെ ചോദ്യം അജീഷ് പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ഒന്നും പറയാൻ പറ്റാതെ ഒന്ന് ഇടിച്ചു കാണിച്ചു. ആ മതി അളിയമ്മ പരസ്പരം വാരിയത്, മുഹൂർത്തമാറായി, മണ്ഡപത്തിലോട്ടിരിക്കുക എന്ന് പറഞ്ഞ് ജാൻവി സിദ്ധുവിനെ വിളിച്ചുകൊണ്ടുപോയി. മണ്ഡപത്തിലെ ചടങ്ങുകൾക്ക് ശേഷം മുഹൂർത്ത സമയത്ത് സിദ്ധു നിറഞ്ഞ മനസ്സാലെ പ്രണയത്തോടെ തന്നെ പാതിയായി വിജിതയെ സ്വീകരിച്ചുകൊണ്ട് താലികെട്ടി. അവന്റെ പ്രണയത്തിന്റെ നിറം സിദ്ധു വിജിയുടെ നെറുകയിൽ സിന്ദൂരമായി ചാർത്തി. പെങ്ങളുടെയും അളിയന്റെയും സ്ഥാനത്ത് നിന്ന് ആരവും ജാൻവിയും അവരുടെ കർമ്മങ്ങൾ ഭംഗിയായി ചെയ്തു. അങ്ങനെ സിദ്ധുവും വിജയും അവരുടെ പ്രണയത്തിന്റെ പുതിയ തലങ്ങൾ തേടിയുള്ള യാത്ര ആരംഭിച്ചു. പിന്നീടുള്ള ദിവസങ്ങൾ സന്തോഷകരമായി ആരവും അവന്റെ ജാൻവി പെണ്ണും അവരുടെ അംശങ്ങളും സിദ്ധുവും അവന്റെ വിജിയും ഒന്നിച്ച് ഒരു കുടക്കീഴിൽ ആഘോഷിച്ചു. ദിനരാത്രങ്ങൾ അവരുടെ പ്രണയത്താൽ വർണ്ണങ്ങൾ നിറച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ആരവ് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിയിൽ അവൻ താൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന സ്ത്രീയെ ഒരു കടമുറിയുടെ വാതിൽക്കൽ ഇരിക്കുന്നത് കാണുന്നത്. അങ്ങനെ ഒരു അവസ്ഥ മറ്റാർക്കാണെങ്കിലും വേദന തനിക്ക് തോന്നുമായിരുന്നു. പക്ഷേ ഇവിടെ തനിക്ക് വേദനയില്ല, സന്തോഷവുമില്ല, പക്ഷേ ആത്മസംതൃപ്തിയുണ്ട്, സഹതാപമാണ് തോന്നുന്നതെന്ന് ആരവ് മനസ്സിൽ പറഞ്ഞു. എന്നും പൊന്നുപോലെ കൈവെള്ളയിൽ കൊണ്ടു നടന്നാണ് തന്റെ അച്ഛൻ. എന്നിട്ട് ആ മനുഷ്യനെ വഞ്ചിച്ച് സ്വന്തം കുഞ്ഞായ തന്നെ തള്ളിക്കളഞ്ഞിട്ട് പോയതല്ലേ, അവർക്കത് തന്നെ വേണമെന്ന് ആരവിന്റെ മനസ്സ് പറഞ്ഞു. ആരവ് താൻ പറയുന്നൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് കൂടെയുണ്ടായിരുന്ന സിദ്ധുവും ആരവ് നോക്കുന്നിടത്തേക്ക് നോക്കിയത്. സിദ്ധുവിന് പറഞ്ഞു കേട്ടറിവുണ്ടെങ്കിലും അവരെ പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ അവനത് ആരാണെന്ന് മനസ്സിലായില്ല. എന്താടാ ആരവേ, നീ അങ്ങോട്ട് നോക്കി നിൽക്കുന്നേ, അവരെ നിനക്കറിയാവോ എന്ന സിദ്ധുവിന്റെ ശബ്ദമാണ് ആരവിനെ അവരുടെ ചിന്തയിൽ നിന്ന് മോചിപ്പിച്ചത്. ആടാ, നന്നായിട്ടറിയാം, പറഞ്ഞാ നീയും അറിയും. ഇവരാണ് എന്റെ അച്ഛനെ ചതിച്ച് എന്നെ വലിച്ചെറിഞ്ഞിട്ട് പോയ ആ കുലസ്ത്രീ.